നമസ്കാരം. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി മിലീഷ്യയിൽ നിന്ന് ചെങ്കടലിലെ വ്യാപാര കപ്പലുകളെ സംരക്ഷിക്കാൻ US ഒരു ബഹുരാഷ്ട്ര നാവികസേന പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം വടക്കൻ അറബിക്കടലിൽ സമുദ്ര സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യ 2 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളെ ഏദൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഡിസ്ട്രോയർ INS കൊച്ചി ചെങ്കടലിന്റെ മുഖത്ത് സൊമാലിയൻ കടൽ കൊള്ളക്കാർക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായി ഏർപ്പെട്ടിരിക്കുകയാണ്. ഏദൻ തീരത്ത് കടൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ മറ്റൊരു ഗൈഡഡ് മിസൈൽ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ INS കൊൽക്കത്തയും അയച്ചിട്ടുണ്ട്. ഷിയ ഹൂത്തി ഗ്രൂപ്പുകൾ വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലെ കടൽ ഗതാഗതത്തെ സംരക്ഷിക്കാൻ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ US പ്രഖ്യാപിച്ചിരുന്നു. യമൻ, UK, ബഹ്റൈൻ, ഫ്രാൻസ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഈ സഖ്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അറേബ്യൻ പെനിൻസുലയിലെ അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ്, അൻസാർ അൽ-ശരിയ തുടങ്ങിയ ഭീകരവാദ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ യമൻ സർക്കാരിനെതിരെ പോരാടുന്ന ഹൂതി മിലീഷ്യയെ ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് ഇറാനിയൻ പ്രോക്സികളുടെ ഒരറ്റത്ത് ദക്ഷിണ ചൈന കടലിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം ചൈന നിയന്ത്രിച്ചതോടെ മിഡിൽ ഈസ്റ്റ് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതിനാൽ കടൽ വിനിമയത്തിലെ കടൽപാതകൾ ആഗോള വ്യാപാരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണിയിലാണ്. ഹൂതികൾ വാണിജ്യ ഷിപ്പിംഗിൽ നടത്തുന്ന ഏതൊരു വലിയ ആക്രമണവും ചെങ്കടലിലൂടെയുള്ള ആഗോള എണ്ണപ്രവാഹത്തെ ഗുരുതരമായി ബാധിക്കുകയും ക്രൂഡിന്റെ വില കുതിച്ചുയരുകയും ചെയ്യും. കൂടുതൽ ആഗോള ദുരിതത്തിന് കാരണമാവുകയും ചെയ്യും. ആഗോള എണ്ണ ഇറക്കുമതിയുടെ 10% ചെങ്കടലിലൂടെയാണ് പ്രതിവർഷം കടന്നുപോകുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കടൽ കൊള്ള തടയാൻ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഇന്ത്യ അയക്കുന്നതും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.